പാകിസ്ഥാന്റെ പതാകയൊന്നും കേരളത്തിൽ കത്തിച്ച് പ്രതിഷേധിക്കരുത്, ചില ആൾക്കാർക്ക് അത് കാണുമ്പം വിഷമം തോന്നില്ല എന്നുള്ള രീതിയിൽ 4 ലൈക്ക് കിട്ടാൻ വേണ്ടി ചില ആൾക്കാർ നീട്ടി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ കൃത്യമായിട്ട് ഇതുപോലെ കുറേ ടീമുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യം പാകിസ്ഥാനികൾക്ക് വെള്ളം കൊടുക്കുന്ന ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴും കുറേ ടീം ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ അവിടെയുള്ള ആൾക്കാർക്ക് മനുഷ്യാവശ്യം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറേ ടീം നമ്മുടെ നാട്ടിലുണ്ട്. ഇവർക്ക് പാകിസ്ഥാൻ പതാക കത്തിച്ച് കണ്ടപ്പോൾ ആ വ്യക്തിക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. പുള്ളിക്കാരന് ഭയങ്കര വിഷമം. ഇവിടെ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുടെ വിശ്വാസപരമായിട്ട് അവർക്ക് ആ പാകിസ്ഥാൻ്റെ കൊടി കാണുമ്പോൾ വിഷമം തോന്നില്ലായിരുന്നു. ഈ നാട്ടിൽ ആർക്കാണ് പാകിസ്ഥാൻ്റെ കൊടി കാണുമ്പോൾ വിഷമം തോന്നുന്നത്? എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ്റെ കൊടി കാണുമ്പോൾ ഇവിടെ വിഷമം തോന്നുന്ന കാര്യം എന്താ? ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുറേ ആൾക്കാർ വന്നിട്ട് കുറേ വെളുപ്പീര് വീഡിയോ ഒക്കെ ഇടും. ഇതിനൊക്കെ കിട്ടുന്ന കമൻറ്റ് കാണണമെന്ന്, ഇതിനൊക്കെ കിട്ടുന്ന ഷെയർ കാണണം. അതൊക്കെ നല്ല ഷെയർ ഉണ്ട്, ആരാണ്ടൊക്കെ വെച്ച് ഷെയർ ചെയ്ത് ഇടുന്നുണ്ട്. സംഭവം അവർക്കങ്ങ് ദുഃഖം ഉണ്ടായതാണ്. പാകിസ്ഥാൻ്റെ പതാക കേരളത്തിൽ ഇരുന്ന ആൾക്കാർ കത്തിച്ചപ്പോൾ 2-3 ദിവസം മുമ്പ് കാശ്മീരിൽ എത്ര മനുഷ്യരുടെ ജീവനാണ് നഷ്ടപ്പെട്ടു എന്നറിയോ? എത്ര മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു? ആര് കാരണോ? അവിടെ നിന്ന് നുഴഞ്ഞു കയറ്റി വിടുന്നതാണ്. അവിടെ തീവ്രവാദത്തിന് പാലും പഴം കൊടുത്ത് വളർത്തുന്ന ടീമാണ്. ആ ടീമുകളുടെ കൊടി ഇവിടെ കത്തിച്ചപ്പോൾ ചില ആൾക്കാർക്ക് ഹൃദയത്തിലങ്ങ് വേദന. വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഞാൻ ഇന്ന് 2-3 ഈ വിഷയത്തെപ്പറ്റി കുറേ നാളായിട്ട് സംസാരിക്കും. നമ്മുടെ നാട്ടിൽ കുറേ ഓവർ മതേതരന്മാരുണ്ട്, ചില ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട്. ഇവരുടെയൊക്കെ വിചാരം എന്നുണ്ടല്ലോ, ഇത് സത്യത്തിൽ കേരളത്തിൽ നിന്നുള്ള വാചകോടിയാണ്. ഇതിനെയൊക്കെ കറക്റ്റ് ഇതുപോലെ പാകിസ്ഥാൻ്റെ കൊടി കത്തിച്ചപ്പോൾ വേദന തോന്നിയ ടീമിനെയും, ഈ പാകിസ്ഥാനികൾക്ക് ഇപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കുമ്പോൾ വേദന പോകുന്ന ടീമിനെയും, മനുഷ്യാവകാശം ഓവറായിട്ട് ഡയലോഗ് അടിക്കുന്ന ടീമിനെയും ഈ നാട്ടിൽ നിന്ന് നേരെ കാശ്മീരിൽ കൊണ്ടുപോകണം. എന്നിട്ട് ചില പോസ്റ്റുകളുണ്ട്, ഇന്ത്യൻ സൈന്യം കാവൽ നിൽക്കുന്നത് നല്ല കിടിലം പോസ്റ്റുകളുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കാൻ. അവിടെ കൊണ്ടുപോയിട്ടൊരു വെള്ളക്കൊടിയായിട്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ നിർത്തണം. അരമണിക്കൂർ നിൽക്കുമ്പോൾ ഒന്നെങ്കിൽ അവൻ്റെ വെടി പോവും, അല്ലെന്നുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും. അപ്പോൾ അവന് മനസ്സിലാവും എന്താണ് ഭീകരതയെന്ന്. മനസ്സിലായി? നമ്മുടെ നാട്ടിൽ ഇരുന്ന് കുറേ ടീമുണ്ട്, വെളുപ്പീര് ടീം. ഇതിനെയൊക്കെ വെച്ചങ്ങ് വെളുപ്പീരാണ് ഇവരുടെയൊക്കെ പരിപാടി എന്ന് പറയുന്നത്. ഇവരുടെ പരിപാടിയാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ വെളുപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വീടിൻ്റെ ഒരു 30 കിലോമീറ്റർ റൗണ്ടിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ചില സ്മാരകങ്ങൾ നിങ്ങൾക്ക് കാണാം. എന്ത് സ്മാരകം എന്നറിയാം? ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത ചില മനുഷ്യർ അവർ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകേണ്ട സ്മാരകം കാണാം. ആ വീടുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിധവകളെ കാണാം. ആ വീടുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കുട്ടികളെ കാണാം. ആ വീടുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മാതാപിതാക്കന്മാരെ. ഇതൊക്കെ ആരെന്നറിയും? ഈ രാജ്യത്ത് എനിക്കും നിനക്കും വേണ്ടി അവിടുത്തെ പോസ്റ്റുകളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഭീകരരോട് നേരിട്ട് ജീവൻ നൽകിയ സൈനികരുടെ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. ഇന്ത്യ മുഴുവൻ എത്ര ഉണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോ സ്ഥലത്ത് നോക്കും, ഒരു 30 കിലോമീറ്റർ റൗണ്ടിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതുപോലെ ഓരോ സ്മാരകങ്ങൾ. എനിക്കറിയാം നേരിട്ട് പല സ്മാരകങ്ങളും. അവരുടെ കുടുംബത്തെ പറ്റി എനിക്കറിയാം. മനസ്സിലായില്ലേ? ഇവരൊക്കെ ജീവൻ നൽകിയത് എനിക്കും നിനക്ക് ഈ നാട്ടിൽ സുരക്ഷയായിട്ട് ഉറങ്ങാൻ വേണ്ടിയാണ്. ആ നാട്ടിൽ നിന്നും, ഇതേ പാകിസ്ഥാനിൽ നിന്നും ഈ മനുഷ്യാവശ്യം പറയുന്ന നാടുണ്ടല്ലോ, അവർ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഉപരോധം നമുക്ക് മുമ്പോട്ട് പോകേണ്ട കാര്യമുണ്ടോ? വെള്ളം കൊടുക്കാതിരിക്കേണ്ട. നമ്മുടെ കാശ്മീരിൽ ഇത് സംഭവിക്കുമോ? സ്വസ്ഥമായി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായി 27 പേരും ഇന്ന് ജീവിച്ചിരിക്കുകയല്ലേ. ആര് കാരണം? അവന്മാർ പാലും പഴവും കൊടുത്തിട്ട് അവിടെ ക്യാമ്പിട്ട് കൊടുത്തിരിക്കുക, എന്നിട്ട് നുഴഞ്ഞു കയറ്റി വിടും. നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, ഇവർക്ക് പിന്തുണ കൊടുക്കാൻ കേരളത്തിൽ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സിൽ പിന്തുണ, കാശ്മീരിൽ നേരിട്ട് പിന്തുണ കൊടുക്കുന്ന ടീമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. എത്ര മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇവരുടെ പതാക കത്തിക്കാൻ നേരത്ത് ചില ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. അപ്പോഴില്ലാത്ത ബുദ്ധിമുട്ടാണ് ഇവർക്ക് വെള്ളം നമ്മൾ നിഷേധിക്കാൻ നേരത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യാവശ്യം പറയുന്നത് നേരെ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ നിർത്തണം. അരമണിക്കൂർ കഴിയാൻ നേരത്ത് അവന്മാരുടെ തൊഴിൽ ഡയറക്റ്റ് കണ്ണിന് മുമ്പിൽ കാണാം. അപ്പോൾ അങ്ങ് മാറിക്കോളും ഈ മനുഷ്യാവശ്യം പറച്ചിലും ഇടതുപക്ഷ ബുദ്ധിജീവികളെയും. മനസ്സിലായില്ലേ? ഈ കേരളത്തിലിരുന്ന് പലതും പറയാം. കേരളം സേഫാണ്, ഒരു കുഴപ്പമില്ല, നമ്മളൊന്നും അറിയുന്നില്ല. പല സ്റ്റേറ്റും അങ്ങനെയല്ല, പല ഭാഗവും അങ്ങനെയല്ല. ഇന്ത്യൻ ആർമി ജോലി ചെയ്യുന്നത് ഓരോ നിമിഷവും ജീവൻ ഫ്രണ്ട് വെച്ചിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവരുടെ കുറേ ടീമുകൾക്ക് ഓരോ കുടുംബത്തിന് ഒരു ജീവൻ നൽകിയിട്ടാണ്, ഒരു സൈനികൻ്റെ ജീവൻ നൽകിയിട്ടാണ്, അയാളുടെ ജീവിതം രാജ്യത്തിന് വേണ്ടി നൽകിയിട്ടാണ് നമ്മളെല്ലാം സ്വസ്ഥമായിട്ട് ഇന്ന് ഇവിടെ കിടന്നുറങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ ചില ബുദ്ധിജീവികൾക്കൊക്കെ പട്ടാളക്കാരോട് ഭയങ്കര പുച്ഛമാണ്. പറയുന്നത് എന്താ വെച്ചാൽ ഇത് വെറും ജോലിയല്ലേ എന്നുള്ള രീതിയിൽ ഡയലോഗ് അടിക്കുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വെറും ജോലിയാണ്, ഒന്നും ഒരു കാര്യമില്ല. ഇപ്പം ഇങ്ങോട്ടൊന്ന് പോകാൻ പറയണം. ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവർ ചെയ്യുന്നത് ജോലി എന്നറിയോ?
അന്ന് ഈ ഭീകരാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള തീവ്രവാദികൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് ഫ്രണ്ട് വെച്ചോണ്ടാ പറ്റുമോ? നിങ്ങൾക്ക് എത്ര സാലറി തന്നാലും പറ്റുമോ? അതൊക്കെ ഒരു മൈൻഡാണ്, രാജ്യം എന്നുള്ള രീതിയിലുള്ളൊരു മൈൻഡാണ്. മനസ്സിലായില്ലേ? ഇവിടെ കുറേ ടീം, കുറേ എണ്ണം ഇരുന്ന് ഈ ഒരു സമയത്തൊക്കെ ഇരുന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം. അയ്യോടാ പാകിസ്ഥാൻ്റെ പതാക കത്തിച്ചപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ അങ്ങ് പൊള്ളി നൊന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം ഇവിടെ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ മനുഷ്യാവകാശം പറയുന്ന ചില കണ്ണാടി വെച്ച ചില വനിതാ അവതാരകമാരൊക്കെ ഇരുന്ന് ഡയലോഗടി ചില ചാനലിനകത്ത് മനുഷ്യാവകാശത്തെ പറ്റി എല്ലാത്തിനെയും കൊണ്ട് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ കുടുംബമായിട്ട് പോകാൻ നേരത്തെ ഇദ്ദേഹം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ. സ്വിച്ചിട്ട പോലെ നിന്നോളൂ ഇതിൻ്റെയൊക്കെ മനുഷ്യാവകാശവും ഈ ഓവർ ടൈം വെളുപ്പീര് പരിപാടി. ഭയങ്കര കഷ്ടമായിപ്പോയി. നുഴഞ്ഞു കയറി വരുന്ന ടീമൊക്കെ ഉണ്ടല്ലോ, അവന്മാർ നുഴഞ്ഞു കയറ്റി വിടാതെ അവിടുത്തെ ഭീകര ക്യാമ്പൊക്കെ അടപ്പിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പാകിസ്ഥാനിലുള്ള സാധാരണക്കാരൊക്കെ ഉണ്ടല്ലോ, അരിപ്പൊടിക്കും അല്ലെങ്കിൽ ഗോതമ്പൊടിക്കും ക്യൂ നിൽക്കുക. ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരു രാജ്യമാണ്. അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവിടുത്തെ ഭരണകൂടത്തിന് പറ്റുന്നില്ല. അവന്മാർ ഇവിടെ ആൾക്കാരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചടിച്ചിരിക്കും. അത് കാണാൻ നേരത്തെ ഇവിടെ ഒരുത്തരും മനുഷ്യാവകാശം പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്നവരെയൊക്കെ ഇവിടുന്ന് പേടിച്ച് നേരെ അവിടെ കൊണ്ടുപോയി നിർത്തണം. ചൂടങ്ങോട്ട് അടിക്കാൻ നേരത്തുണ്ടല്ലോ മനുഷ്യാവകാശമൊക്കെ ഉരുകിയും ഒലിച്ചു പോയിക്കോളും. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ പേജ് ഒരു കാരണവശാലും പിന്തുണയ്ക്കാതെ പോകരുത്. 4 ലൈക്ക് കിട്ടാൻ വേണ്ടി, 4 ഷെയർ കിട്ടാൻ വേണ്ടി എന്തും വിളിച്ച് പറയാമെന്നൊരു സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. മനസ്സിലായോ? ആ പരിപാടി പാകിസ്ഥാൻ്റെ പതാക കത്തിക്കുന്നുണ്ടപ്പം ലവനങ്ങ് പൊള്ളി എന്നുള്ള രീതിയിൽ ചില ആൾക്കാർക്ക് ഇവിടെ മതപരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. എന്ത് വിഷമം? പാകിസ്ഥാൻ്റെ പതാക കത്തിക്കുമ്പോൾ ഇവിടെ ആർക്കാണ് മതപരമായിട്ട് വിഷമം ഉണ്ടാകുന്നത്? കുറേ മതേതരന്മാരും കുറേ ഇടതുപക്ഷ ബുദ്ധിജീവികളും